കെമിസ്ട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ബെൽ 2 കെമിസ്ട്രി 2ാമത്തെ ക്ലാസ്സിൻ്റെ ചെറിയൊരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇതായിരുന്നു. മൂലകങ്ങൾ കൂടിച്ചേർന്ന് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. Elements are combined to form a compound. മൂലകങ്ങൾ സംയുക്തങ്ങളായി മാറുമ്പോൾ സ്ഥിരത കൈവരുന്നു. When elements combine to form compound to attain stability. 3. ഉത്കൃഷ്ട മൂലകങ്ങളുടെ പ്രത്യേകതകൾ. Features of noble gases or inert gases. 4. അഷ്ടക സംവിധാനം. ഒക്ടറ്റ് റൂൾ. രാസബന്ധനം. കെമിക്കൽ ബോണ്ട്. അയോണിക സംയുക്തങ്ങൾ. അയോണിക് കോമ്പൗണ്ട്സ്. 7. സംയോജകത അഥവാ വാലൻസി. 8. ഗ്രൂപ്പ് നമ്പറും വാലൻസിയും തമ്മിലുള്ള ബന്ധം. ഗ്രൂപ്പ് നമ്പർ ആൻഡ് വാലൻസി. ഇതാണ് 2ാമത്തെ ക്ലാസ്സിലെ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ. നമുക്കിവ വിശദമായിട്ട് നോക്കാം. ആദ്യം മൂലകങ്ങൾ കൂടി ചേർന്ന് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. എലമെൻറ്റ്സ് ആർ കമ്പൈൻഡ് ടു ഫോം എ കോമ്പൗണ്ട്. നമുക്കറിയാം, മൂലകങ്ങൾ സ്വതന്ത്രമായി നിൽക്കുന്ന സമയത്ത് അവക്ക് സ്ഥിരത കുറവാണ്, സ്ഥിരതയില്ല. ആ കാരണത്താൽ അവ മറ്റു മൂലകങ്ങളുമായി കൂടിച്ചേർന്ന് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. നോക്കൂ, എക്സാമ്പിൾ സോഡിയം ക്ലോറിനുമായി കൂടിച്ചേർന്ന് സോഡിയം ക്ലോറൈഡ് അല്ലേ. അതുപോലെ മഗ്നീഷ്യം ഓക്സിജനുമായി കൂടിച്ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇതൊക്കെ സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സംയുക്തങ്ങൾക്ക് കൂടുതൽ സ്ഥിരത ഉണ്ട്. അതുകൊണ്ടാണ് മൂലകങ്ങൾ കൂടിച്ചേർന്ന് സംയുക്തങ്ങളായി മാറുന്നത്. കോമ്പൗണ്ട്സ് ആർ മോർ സ്റ്റേബിൾ, സോ എലമെൻറ്റ്സ് കമ്പൈൻ ടു ഫോം കോമ്പൗണ്ട്സ്. 2. മൂലകങ്ങൾ സംയുക്തങ്ങളായി മാറുമ്പോൾ സ്ഥിരത കൈവരുന്നു. എന്തുകൊണ്ടാണ് മൂലകങ്ങൾ സംയുക്തങ്ങളായി മാറുന്നത് അല്ലേ? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഇവ സംയുക്തങ്ങളായി കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരത ഉണ്ട് അല്ലേ. വെൻ എലമെൻറ്റ്സ് കമ്പൈൻ ടു ഫോം കോമ്പൗണ്ട് ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. നോക്കൂ, നമുക്കറിയാം പീരിയോഡിക് ടേബിളിലെ 18ാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ അല്ലേ, 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ്. അവ അറിയപ്പെടുന്നത് ഇനേർട്ട് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ്, ഉത്കൃഷ്ട മൂലകങ്ങൾ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അവയിലെ 3 മൂലകങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗൺ അല്ലേ. ഇവയുടെ അറ്റോമിക് നമ്പർ ഹീലിയം 2, നിയോൺ 10, ആർഗൺ 18. ഇവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം നോക്കൂ. ഹീലിയത്തിൻ്റെത് 2 വരുന്നത്, നിയോൺ 2, 8, അതുപോലെ ആർഗൺ 2, 8, 8. ഈ ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകത ഇവക്ക് സ്ഥിരത നൽകുന്നുണ്ട്. ഇവയുടെ ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അതിനാൽ ഇവയ്ക്ക് സ്ഥിരത ഉണ്ട്. ഇനി ഹീലിയത്തിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീലിയത്തിന് ആകെ ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ അല്ലേ. ആദ്യ ഷെല്ല് കെ ഷെല്ലിൽ, അത് നിറഞ്ഞു നിൽക്കാൻ 2 ഇലക്ട്രോണുകളാണ് കെ ഷെല്ലിൽ ഉള്ളത്. അതിനാൽ ഹീലിയത്തിൻ്റെ പ്രത്യേകതയും ഹീലിയത്തിനും ഇവിടെ സ്ഥിരത ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ മറ്റ് ഗ്രൂപ്പിലുള്ള ചില മൂലകങ്ങൾ നോക്കൂ. സോഡിയം, ക്ലോറിൻ, അലൂമിനിയം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11, ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 അല്ലേ. അതുപോലെ ക്ലോറിൻ 17, 2, 8, 7. അതുപോലെ അലൂമിനിയം 13 അറ്റോമിക് നമ്പർ, 2, 8, 3. അപ്പോൾ ഇവയുടെ ബാഹ്യതമ ഷെല്ലിൽ 1, 7, 3 അല്ലേ. ഈ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നില്ല, ഇവയ്ക്ക് സ്ഥിരത ഇല്ല അല്ലേ. നമ്മൾ പഠിച്ചു 8 ഇലക്ട്രോണുകളുള്ള സംവിധാനം മാത്രമാണ് സ്ഥിരത ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ സോഡിയം, ക്ലോറിൻ, അലൂമിനിയം ഒക്കെ എന്ത് ചെയ്യുന്നു, മറ്റു മൂലകങ്ങളുമായി കൂടിച്ചേർന്ന് ഇലക്ട്രോണിനെ സ്വീകരിച്ചോ അല്ലെങ്കിൽ വിട്ടുകൊടുത്തോ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. എന്തിനു വേണ്ടി? സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. ഓക്കെ,
നമുക്കതിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കൂ. സോഡിയം ക്ലോറിനും കൂടെ കൂടിച്ചേർന്നുണ്ടാകുന്ന സോഡിയം ക്ലോറൈഡ്. ഇവിടെ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281, അതായത് ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോണാണുള്ളത്. അതുപോലെ ക്ലോറിൻ 287 അല്ലേ, അവസാന ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ. നോക്കൂ, ഇങ്ങനെ രണ്ടും കൂടെ കൂടിച്ചേർന്ന് സോഡിയവും ക്ലോറിനും കൂടിച്ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടായപ്പോൾ എന്ത് ചെയ്യുന്നു? സോഡിയം 1 ഇലക്ട്രോണിനെ ക്ലോറിന് നൽകുന്നു, വിട്ടുകൊടുക്കുന്നു, ലോസ് ചെയ്യുന്നു അല്ലേ. അങ്ങനെ ഈ സോഡിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളും അതുപോലെ തന്നെ ക്ലോറിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളും ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് എലമെൻറ്റ്സ് കൂടിച്ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് ഇവയ്ക്ക് സ്ഥിരത ഉണ്ടാകുന്നത്, സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്. ഇനി ഉത്കൃഷ്ട മൂലകങ്ങളുടെ പ്രത്യേകത, മൂന്നാമത്തെ പോയിൻ്റ് ആയിരുന്നു ഉത്കൃഷ്ട മൂലകങ്ങളുടെ പ്രത്യേകതകൾ. ഫീച്ചേഴ്സ് ഓഫ് നോബിൾ ഗ്യാസസ് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടു, ഉത്കൃഷ്ട മൂലകങ്ങളെന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ 18ാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണ്. 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് ഈ ഉത്കൃഷ്ട മൂലകങ്ങൾ അല്ലെങ്കിൽ അലസവാതങ്ങളെന്നും പറയാറുണ്ട് അല്ലേ. നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്നും അറിയപ്പെടുന്നു. എന്താ ഇവയുടെ പ്രത്യേകത? ഇവയുടെ ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണ് ഉള്ളത് അല്ലേ. ഈ സംവിധാനമാണ് അവയ്ക്ക് സ്ഥിരത ഉണ്ടാക്കി കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നോക്കുക. ഇവയുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണ് ഉള്ളത്. 8 ഇലക്ട്രോൺസ് ആർ ഇൻ ഔട്ടർമോസ്റ്റ് ഷെൽ. ഇവ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറില്ല അല്ലേ. ദീസ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ഇവ അലസവാതകങ്ങൾ അതുപോലെ അപൂർവവാതകങ്ങൾ എന്നും അറിയപ്പെടുന്നു. ദീസ് ആർ ഓൾസോ നോൺ ആസ് ലേസി ഗ്യാസസ് ആൻഡ് റയർ ഗ്യാസസ്. ഇനി നാലാമത്തത് അഷ്ടക സംവിധാനം അഥവാ ഒക്ടറ്റ് റൂള്. നോക്കൂ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ നേടാനുള്ള ആറ്റങ്ങളുടെ പ്രവണതയാണ് അഷ്ടക സംവിധാനം അല്ലേ. The tendency of an atom to have 8 electrons in the valence shell. അതായത് എങ്ങനെയാണ് ഈ അഷ്ടക സംവിധാനം അല്ലെങ്കിൽ 8 ഇലക്ട്രോണിനെ ആക്കുന്നത് അല്ലേ ബാഹ്യതമ ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ. നോക്കൂ, മൂലകങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തോ അല്ലെങ്കിൽ സ്വീകരിച്ചോ അല്ലെങ്കിൽ പങ്കുവച്ചോ ആണ് അഷ്ടക സംവിധാനം ഉണ്ടാക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തോ സ്വീകരിച്ചോ പങ്കുവെച്ചോ ആണ് 8 ഇലക്ട്രോൺ സംവിധാനം അല്ലെങ്കിൽ അഷ്ടക സംവിധാനം ഉണ്ടാക്കുന്നത്. എലമെൻറ്റ്സ് ആർ ഗെയിൻ, ലോസ് ഓർ ഷെയർ ഓഫ് ഇലക്ട്രോൺസ് ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. ഇവിടെ നോക്കൂ, സോഡിയം Na+Cl ഗീവ്സ് NaCl അല്ലേ. സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന സമയത്ത് സോഡിയത്തിന് 281 ആയിരുന്നു. അതുപോലെ ക്ലോറിൻ 287 ആണ്. സോഡിയം ക്ലോറൈഡ് ആയപ്പോഴോ സോഡിയത്തിന് 28 അല്ലേ. 1 സോഡിയം, 1 ഇലക്ട്രോണിനെ സോഡിയം ക്ലോറിന് കൊടുത്തു. അതുപോലെ തന്നെ ക്ലോറിന് 1 വാങ്ങിയപ്പോൾ 288 ഇനി രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ട്. എന്താണ് രാസബന്ധനം? ഒരു തന്മാത്രയിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഫലമാണ് രാസബന്ധനം. The force that hold the atoms together in a molecule is called chemical bond. ഈ ഒരുപാട് ബന്ധനങ്ങളുണ്ട് അല്ലേ. പ്രധാനപ്പെട്ട ചില ബന്ധനങ്ങൾ രാസബന്ധനങ്ങളാണ്. ഒന്ന് അയോണിക ബന്ധനം അഥവാ അയോണിക് ബോണ്ട്. അതുപോലെ മറ്റൊന്ന് സഹസംയോജക ബന്ധനം അഥവാ കോവാലൻ്റ് ബോണ്ട്. ഇനി അയോണിക സംയുക്തങ്ങൾ അഥവാ അയോണിക് കോമ്പൗണ്ട്സ്. ചാർജുള്ള അയോണുകൾ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തങ്ങളാണ് അയോണിക സംയുക്തങ്ങൾ. കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ചാർജ്ഡ് അയോൺസ് അല്ലേ. നോക്കൂ, ഈ എന്താണ് അയോണുകൾ? അയോണുകൾ എന്ന് പറഞ്ഞാൽ ചാർജുള്ള ആറ്റങ്ങൾ, ചാർജ്ഡ് ആറ്റംസിനെയാണ് നമ്മൾ അയോണുകൾ എന്ന് വിളിക്കുക. ഇപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്, 11 അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം വരുന്നത് 281 എന്നാണ്.
ഈ സോഡിയം ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു അല്ലേ. അങ്ങനെ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ചാർജ് അല്ലേ പ്ലസ് ആണ്, ഒരു ചാർജാണ്. അപ്പോൾ Na+. നോക്കൂ, ഇവിടെ ഇലക്ട്രോണിൻ്റെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നു, അപ്പോൾ 2 എന്നായി പിന്നീടുള്ള ഇലക്ട്രോൺ വിന്യാസം. അതുപോലെ ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം 17 ആണ്, 287. ക്ലോറിൻ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചാർജ് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡിൻ്റെ രൂപീകരണം. അയോണിക സംയുക്തത്തിനൊരു ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്. നോക്കൂ, ഈ സോഡിയം ക്ലോറൈഡിൻ്റെ ഡോട്ട് ഡയഗ്രമാണ് ഇത് അല്ലേ. സോഡിയം ക്ലോറൈഡ് കൂടിച്ചേരുന്ന ആ രീതി. സോഡിയം അറ്റോമിക് നമ്പർ 11, ക്ലോറിൻ 17. അപ്പോൾ ഇവിടെ സോഡിയത്തിൻ്റെ ബോർ മാതൃകയാണ് അല്ലേ, ബോർ സ്ട്രക്ചറാണ് ഇത്. ആദ്യ ഷെല്ല്, ന്യൂക്ലിയസിനടുത്തുള്ള ഷെല്ല് K ഷെല്ലാണ്, 2 ഇലക്ട്രോൺ ഉണ്ട് അതിൽ. അതുപോലെ രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, അവസാന ഷെല്ലിൽ അതായത് ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അതുപോലെ ക്ലോറിൻ ആണെങ്കിൽ 287 അല്ലേ, 2, 8, 7 ഇങ്ങനെയാണ് വരിക. ഇത് രണ്ടും കൂടെ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ സോഡിയത്തിലുള്ള ഈ ഒരു ഇലക്ട്രോൺ അല്ലേ, ഈ ചുവപ്പ് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ക്ലോറിന് ക്ലോറിന് കൊടുക്കുകയാണ് അല്ലേ. അങ്ങനെ അപ്പോൾ എന്തായും, ഈ സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഒരു ഷെല്ല് തന്നെ ഇല്ലാതാകുന്നു. പിന്നീടത് 2, 8 അങ്ങനെ അതിനുണ്ടാകുന്ന ചാർജ് അല്ലേ, പ്ലസ് ചാർജ്, ഒരു ചാർജാണ്. ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ചാർജ് ഒരു ചാർജ്. അങ്ങനെയാണിത് Na+ ആയി മാറുന്നത്. അതേ സമയം തന്നെ ക്ലോറിൻ എന്ത് ചെയ്യുന്നു, സോഡിയം കൊടുക്കുന്ന ആ ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ സ്വീകരിക്കേണ്ടത്. ഇത് ക്ലോറിൻ സ്വീകരിച്ച ഇലക്ട്രോണാണ് ഇത്. അങ്ങനെ അതിനുണ്ടാകുന്ന ചാർജ് മൈനസ്. പിന്നീട് അത് Cl- എന്ന അയോണായി മാറുകയും ചെയ്യും അല്ലേ. ഇങ്ങനെയാണ് NaCl അഥവാ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത് അല്ലേ. സോഡിയവും ക്ലോറിനും കൂടി ചേർന്ന് NaCl അഥവാ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത്. ഇനി വാലൻസി അഥവാ സംയോജകത. എന്താണ് സംയോജകത? നോക്കൂ, മൂലകങ്ങളുടെ സംയോജിക്കാനുള്ള കഴിവാണ് സംയോജകത അഥവാ വാലൻസി. ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലമെൻറ്റ് അല്ലേ, ദ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലമെൻറ്റ്. നോക്കൂ, ഇനി ഈ ഒന്നും കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ, രാസപ്രവർത്തനത്തിൽ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ പങ്കിട്ടെടുക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. രാസപ്രവർത്തനത്തിൽ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കിട്ടെടുക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് സംയോജകത. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ് ഗെയിൻഡ് ആൻഡ് ഷെയർഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ. മനസ്സിലായോ? ഇതാണ് സംയോജകത എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ, അഥവാ വാലൻസി. നോക്കൂ, ചില എലമെൻറ്റുകളുടെ മൂലകങ്ങളുടെ വാലൻസി. സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്, 281. ഇതിൻ്റെ വാലൻസി വരുന്നത് 1 അല്ലേ. ഈ സോഡിയം അതിൻ്റെ ബാഹ്യതമ ഷെല്ല് ഔട്ടർമോ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നു, അപ്പോൾ അതിൻ്റെ വാലൻസി 1. അതുപോലെ ക്ലോറിൻ 17, 287 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഈ ക്ലോറിൻ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, അപ്പോൾ അതിൻ്റെ വാലൻസി 1 ആണ്. അതുപോലെ മെഗ്നീഷ്യം 12 ആണ് അറ്റോമിക് നമ്പർ, 282 എന്നാണ് വരിക അല്ലേ. വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ബാഹ്യതമ ഇലക്ട്രോൺ എത്രയാണ് വരുന്നത്, 2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ 8 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, 2 എണ്ണത്തിനെ വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ ലോസ് ചെയ്യുന്നു. ആ 2 ആണ് ഇതിൻ്റെ സംയോജകത. അതുപോലെ ഓക്സിജൻ 8 ആണ് അറ്റോമിക് നമ്പർ, 26 എന്നാണ് ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. ഈ ഓക്സിജന് ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോണുകളാണ് ഉള്ളത്. ഇതെന്ത് ചെയ്യുന്നു, 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു 8 എണ്ണമാക്കാൻ വേണ്ടി. ആ സ്വീകരിക്കുന്ന 2 ആണ് ഇതിൻ്റെ സംയോജകത. മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്പറും വാലൻസിയും അല്ലേ. ഗ്രൂപ്പ് നമ്പർ ആൻഡ് വാലൻസി. നോക്കൂ, നമുക്ക് ഏതാനും ചില ഗ്രൂപ്പുകളും അതിൻ്റെ വാലൻസികളും ഒന്ന് മനസ്സിലാക്കാം. ഓരോ ഗ്രൂപ്പിനും ഓരോ വാലൻസി ഉണ്ട് അല്ലേ. അതുപോലെ അതിലുള്ള നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ അഥവാ ബാഹ്യതമ ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലേ. ആ ആറ്റത്തിൻ്റെ അവസാന ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് ഈ വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ബാഹ്യതമ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ. നോക്കൂ,
ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഏത് എലമെൻറ്റ് ഏത് മൂലകം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വാലൻസി 1 ആണ് അല്ലേ. അതായത് അതിൻ്റെ ബാഹ്യതമ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ് ഒന്നാമത്തെ ഗ്രൂപ്പ് അല്ലേ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ വാലൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. എന്താ പ്രത്യേകത? അതിലുള്ള വാലൻസ് ഇലക്ട്രോൺ അല്ലേ, അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 2 ആണ് അതിൻ്റെ വാലൻസി. ഇനി നമുക്കറിയാം 3 മുതൽ 12 വരെ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങളാണ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. അതിന് എന്താ പറയുക, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന മൂലകങ്ങളാണ് അല്ലേ. 2 അതിൽ കൂടുതലോ ഓക്സീകരണാവസ്ഥകളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇനി 13ാമത്തെ ഗ്രൂപ്പിൻ്റെ വാലൻസി 3 ആണ്. അതിൻ്റെ വാലൻസ് ഇലക്ട്രോണുകൾ 3 ആണ് വരുന്നത്. അതുപോലെ 14ാമത്തെ ഗ്രൂപ്പിൻ്റെ വാലൻസി 4 ആണ് വരുന്നത്. അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ബാഹ്യതമ ഇലക്ട്രോണിൻ്റെ എണ്ണം 4 ആണ്. ഇനി 15ാമത്തെ ഗ്രൂപ്പിൻ്റെ വാലൻസി 3 ആണ്. നോക്കൂ, ഇവിടെ വാലൻസ് ഇലക്ട്രോണുകൾ എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്, ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ 16ാമത്തെ ഗ്രൂപ്പ് അല്ലേ, വാലൻസ് ഇലക്ട്രോണുകൾ 6 ആണ്, വാലൻസി 2 അല്ലേ. നോക്കൂ, ഇവിടെ 6 ആയിരിക്കുമ്പോൾ 2 സ്വീകരിക്കും അല്ലേ, ആ സ്വീകരിക്കുന്നതാണ് അതിൻ്റെ വാലൻസി. അതുപോലെ 17 എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാന ഷെല്ലിൽ വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 7 ആണ്. അപ്പോൾ ആ സ്വീകരിക്കുന്ന 1 ആണ് അതിൻ്റെ വാലൻസി. പിന്നെ നമുക്കറിയാം 18ാമത്തെ ഗ്രൂപ്പ് അല്ലേ, നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ വാലൻസ് ഇലക്ട്രോണുകൾ വായുധമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വാലൻസി 0 ആണ്, 0 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഗ്രൂപ്പ് നമ്പറും വാലൻസിയും അല്ലെങ്കിൽ സംയോജകതയും തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്, അത് മനസ്സിലാക്കുക. ഓരോ ഗ്രൂപ്പും അതിൻ്റെ വാലൻസിയും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് രണ്ടാമത്തെ കെമിസ്ട്രി ക്ലാസ്സിൽ, വിക്ടേഴ്സ് ചാനലിൻ്റെ രണ്ടാമത്തെ കെമിസ്ട്രി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും മുഴുവനായും കാണുക, ഒരു സിമ്പിൾ നോട്ടൊക്കെ തയ്യാറാക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.